ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ്രവ്യവും പിണ്ഡവും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശാഖകൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഏത് പരീക്ഷയ്ക്കും വരാവുന്ന ഏരിയകളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശബ്ദം എന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ശബ്ദം. അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഭൗതിക വസ്തുക്കളിൽ കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജ്ജമാണ് ശബ്ദോർജ്ജം. ഓക്കെ, ഭൗതിക വസ്തുക്കളിൽ കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശബ്ദോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദോർജ്ജത്തിന് കാരണം കമ്പനങ്ങളാണ് കേട്ടോ. ഇനി ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്. എന്നാൽ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. അതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. അനുപ്രസ്ഥം ഓക്കെ, പ്രകാശം അനുപ്രസ്ഥമാണ്. എന്നാൽ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു അനുദൈർഘ്യ തരംഗമാണ്. കിട്ടിയല്ലോ. ഇനി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അക്വസ്റ്റിക്സ് ആണ്. ഓക്കെ, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? അക്വസ്റ്റിക്സ് ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമുണ്ട്? മാധ്യമം ആവശ്യമാണ്. എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല. പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. ഒരു മാധ്യമത്തിൻ്റെയും ആവശ്യം ആർക്കില്ല? പ്രകാശത്തിനില്ല. പക്ഷെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വസ്തുക്കളിൽ കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജ്ജമാണ് ശബ്ദോർജ്ജം. ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത്, ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. മൈക്രോഫോൺ ആണ്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഓക്കെ, നമ്മൾ മൈക്രോഫോണിലൂടെ എന്തെങ്കിലും സംസാരിക്കും അല്ലേ? അപ്പോൾ ആ ശബ്ദം പോകുന്നു, എന്നിട്ട് അത് വൈദ്യുത തരംഗങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇനി വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. സ്പീക്കറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? വൈദ്യുതോർജ്ജമാണ് ശബ്ദോർജ്ജമായി മാറുന്നത്. ഓക്കെ, നമുക്ക് ഊർജ്ജ പരിവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിക്കാനുണ്ട്, ഒരു ഏരിയ പഠിക്കാനുണ്ട് കേട്ടോ. അതിലൊക്കെ നന്നായിട്ട് വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് മൈക്രോഫോണും വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കറുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. ഇനി റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോണോഗ്രാഫ്. നമ്മളൊരു ശബ്ദം റെക്കോർഡ് ചെയ്തു, അതിനെ പുനഃസംപ്രേഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ഫോട്ടോഫോൺ. ഓക്കെ, എന്താണ് ഫോട്ടോഫോൺ? പ്രകാശത്തിൻ്റെ രശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യപ്പെടുന്നു. റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോണോഗ്രാഫും പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്നതിനുള്ള ഉപകരണം ഫോട്ടോഫോണും ആണ്. മാറിപ്പോരുത്. ഇനി ശബ്ദത്തിൻ്റെ സഹായത്തോടെ വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ചോദിച്ചിട്ടുണ്ട്. ടാക്കോമീറ്റർ ആണ്. ശബ്ദത്തിൻ്റെ സഹായത്തോടെ വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ടാക്കോമീറ്റർ ആണ്. ഇനി ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയോമീറ്റർ ആണ്. ഓക്കെ, ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഓഡിയോമീറ്റർ ആണ്. ഇനി ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓസിലോസ്കോപ്പ് ആണ്. ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഓക്കെ, ജലത്തിനടിയിലുള്ള ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മൾ റെക്കോർഡ് ചെയ്ത ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യാൻ ഫോണോഗ്രാഫ് ഉപയോഗിക്കുന്നു. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഫോൺ ഉപയോഗിക്കുന്നു. ശബ്ദത്തിൻ്റെ സഹായത്തോടെ വിമാനത്തിൻ്റെ വേഗത അളക്കുന്നത് ടാക്കോമീറ്ററിലൂടെയാണ്. അതുപോലെ തന്നെ ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഓഡിയോമീറ്റർ ആണ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് ഓസിലോസ്കോപ്പാണ്. ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ആണ്. ഇത്രയും കിട്ടല്ലോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കൂ കേട്ടോ, ശബ്ദത്തിൻ്റെ സഹായത്തോടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കുക, മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്തുക എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ശബ്ദത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ സമുദ്രത്തിൻ്റെയൊക്കെ അടിത്തട്ടിലെ ചിത്രങ്ങൾ എടുക്കാനും മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സോണാർ. സോണാറിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. ഓക്കെ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൻ്റെ ഫുൾ ഫോം. ഇനി അടുത്ത്, സമുദ്രത്തിൻ്റെ ആഴമളക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സോണാറും ഫാത്തോമീറ്ററും. ഫാത്തോമീറ്റർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സമുദ്രത്തിൻ്റെ ആഴമളക്കുന്ന ഇതിനുള്ള ഉപകരണം ഏതാണ്? സോണാറും ഉണ്ട്, ഫാത്തോമീറ്ററും ഉണ്ട്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്.
ഓക്കെ, ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ഡെസിബൽ. ഇനി പാർപ്പിട മേഖലകളിൽ അനുവദനീയമായ ശബ്ദത്തിൻ്റെ പരിധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പകല് 55 ഡെസിബലും രാത്രി 45 ഡെസിബലാണ്. അപ്പോൾ പാർപ്പിട മേഖലകളിലൊക്കെ അനുവദനീയമായ ശബ്ദപരിധി ഉണ്ട്. പകല് 55 ഡെസിബൽ, രാത്രി 45 ഡെസിബൽ. കിട്ടിയല്ലോ. ഇനി ആശുപത്രി മേഖലകളിലാണെങ്കിൽ 40 ഡെസിബൽ വരെയാണ് പാടുള്ളൂ. ഓക്കെ, ആശുപത്രി മേഖലകൾ 40 ഡെസിബലാണ്. നിശബ്ദ മേഖലകളിൽ അനുവദനീയമായിട്ടുള്ള ശബ്ദത്തിൻ്റെ പരിധി പകല് 50 ഡെസിബലും രാത്രി 40 ഡെസിബലുമാണ്. ഓക്കെ, ഇനി വ്യാവസായിക മേഖലകളിൽ അനുവദനീയമായിട്ടുള്ള ശബ്ദപരിധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പകൽ 65 ഡെസിബലും രാത്രി 55 ഡെസിബലും. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കേട്ടിട്ടില്ല കേട്ടോ. ഇനി ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിന് ഉയർന്ന പരിധി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമാണ്. അപ്പോൾ ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. ഈ ഡെസിബലിൽ 90 ഡെസിബലിന് മുകളിലുണ്ടെങ്കിൽ അത് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിൻ്റെ ഉയർന്ന പരിധിയാണ്. എത്രയാണ്? 90 ഡെസിബൽ. ഇനി മനുഷ്യൻ്റെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദമുണ്ട്, അത് 120 ഡെസിബലും അതിൽ കൂടുതലാണ്. അപ്പോൾ 120 ഡെസിബലിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ കേൾവിനെ വരെ തകരാറിലാക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ തീവ്രതയാണ്. ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്ന ശബ്ദത്തിന് ഉയർന്ന പരിധി ചോദിച്ചാൽ അത് 90 ഡെസിബലാണ്. കിട്ടിയല്ലോ. ഇനി കേൾവി കുറവുള്ളവർക്ക് ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചിട്ടുണ്ട് ഓഡിയോ ഫോണാണ്. ഓക്കെ, നേരത്തെ നമ്മളൊരു ഓഡിയോ മീറ്റർ പറഞ്ഞു, അത് ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഡെസിബലാണ്. ഡെസിബൽ എടുക്കുമ്പോൾ 90 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ശബ്ദ മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ കേൾവി തകരാറുണ്ടാക്കുന്നത് 120 ഡെസിബലിന് മുകളിലുള്ള ശബ്ദങ്ങളാണ്. കേട്ടില്ലേ? അല്ല, കിട്ടിയില്ലേ? ഓക്കെ, ഇനി നോക്കൂ കേട്ടോ. അന്തരീക്ഷത്തിലെ ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ ആർദ്രത കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശബ്ദത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വിസിലുണ്ട്, അതാണ് ഗാൾട്ടൺ വിസിൽ. നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ അത്രയും ഉയർന്ന ഒരു ഫ്രീക്വൻസി ഉള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു തരം വിസിലാണ് ഗാൾട്ടൺ വിസിൽ. നായകളെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായിട്ടും ഗാൾട്ടൺ വിസിൽ ഉപയോഗിക്കുന്നത്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗമുണ്ട്, അതാണ് ലാറിങ്സ്. സ്വനതന്തുക്കൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഓക്കെ, അപ്പോൾ ലാറിങ്സ് ആണ് മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലുള്ള ഒരു ഭാഗം. ഇനി മനുഷ്യൻ്റെ ശ്രവണപരിധി നമ്മൾ PYQ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത PYQs ഉണ്ടാവില്ല, അത്ര പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഇത് 2 തരത്തിൽ തരാറുണ്ട്. ഒന്നുകിൽ 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ്, അല്ലെങ്കിൽ 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെ. എങ്ങനെ വേണമെങ്കിൽ തരാം, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണപരിധി. ഇനി മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദങ്ങളുണ്ട്. ഓക്കെ, ശ്രവണപരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണപരിധിയേക്കാൾ ഉയർന്ന ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശ്രവണപരിധിയേക്കാളും ഉയർന്നിട്ടുള്ള ശബ്ദത്തെ നമ്മൾ എന്ത് പറയുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വൃക്കകളിൽ ഉണ്ടാക്കുന്ന കല്ലുകൾ പൊടിച്ചു കളയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗം, അതായത് ഉച്ചശ്രവണ പരിധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ അൾട്രാസോണിക് വേവ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിക്കാനും വൃക്കകളിൽ ഉണ്ടാക്കുന്ന കല്ലുകളൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് തരംഗം അല്ലെങ്കിൽ ഉച്ചശ്രവണ പരിധി ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ അൾട്രാസോണിക് സ്കാനിങ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ശബ്ദം. അപ്പോൾ ഉയർന്ന ശബ്ദം ഏതാന്ന് പറഞ്ഞു? അൾട്രാസോണിക് തരംഗങ്ങളാണ് അല്ലെങ്കിൽ സൗണ്ടാണ്. എന്നാൽ ശ്രവണ പരിധിയേക്കാളും താഴ്ന്ന ശബ്ദത്തെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അൾട്രാസോണിക് ഉണ്ട്, ഇൻഫ്രാസോണിക് ഉണ്ട്. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണപരിധിയേക്കാൾ കൂടുതലുള്ളത് അൾട്രാസോണിക് സൗണ്ടും അതുപോലെ തന്നെ ശ്രവണപരിധിയേക്കാൾ കുറഞ്ഞ ഒരു ശബ്ദത്തിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നോക്കൂ കേട്ടോ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം അല്ലെങ്കിൽ നീചശ്രവണ പരിധി. അപ്പോൾ എന്താണ്? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാക്കുന്ന തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് തരംഗം എന്ന് പറയുന്നത്. ഇനി 20 ഹെഡ്സിൽ കുറഞ്ഞ തരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം. ഓക്കെ, അപ്പോൾ 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ 20 ഹെഡ്സിനേക്കാൾ കുറവുള്ളത് ഇൻഫ്രാസോണിക് തരംഗമാണ്. ഇനി ഇൻഫ്രാസോണിക് തരംഗം പുറപ്പെടുവിക്കാനും കേൾക്കാനും കഴിയുന്ന ജീവികളുണ്ട്, അതാണ് ആന, തിമിംഗലം, ജിറാഫ്. അപ്പോൾ ഏതൊക്കെ ജീവികൾക്കാണ് ഇൻഫ്രാസോണിക് തരംഗം പുറപ്പെടുവിക്കാനും കേൾക്കാനും ഒക്കെ കഴിയുക? ആർക്കാണ്? ആനയ്ക്ക്, തിമിംഗലത്തിന്, ജിറാഫിന്. ശ്രദ്ധിക്കുക കേട്ടോ, ഇപ്പോൾ ഓഡ് 1 ഒക്കെ ആയിട്ട് തരാനായിട്ട് ചാൻസ് ഉണ്ട്.
എന്നാൽ ഇനി അടുത്തത് പാമ്പുകൾ ശബ്ദം തിരിച്ചറിയുന്നത് ഭൂമിയിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളിലൂടെയാണ് പാമ്പുകളൊക്കെ ശബ്ദം തിരിച്ചറിയാം. ഓക്കെ, അപ്പം നമ്മൾ നല്ല കാട്ടിലൂടെയൊക്കെ നടക്കുമ്പോൾ എന്താണ് ശബ്ദം ഉണ്ടാക്കി നടക്കാനൊക്കെ പറയാറുണ്ട്. കാരണം എന്താണ്, അപ്പോഴാണ് പാമ്പുകൾ അങ്ങനത്തെ ജന്തുക്കൾക്കൊക്കെ ഒന്ന് മാറിപ്പോവാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അവരത് പിടിച്ച് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങളിലൂടെയാണ് പാമ്പുകൾ എന്ത് ചെയ്യുന്നത്, ശബ്ദം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി നോക്കൂട്ടോ, നിശബ്ദ മേഖല നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ നിശബ്ദ മേഖല. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആശുപത്രികളുണ്ട്, ലൈബ്രറികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനം, ഇതൊക്കെയാണ് നിശബ്ദ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആശുപത്രി, ലൈബ്രറി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി വരണ്ട വായുവിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എപ്പോഴും കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു ആർദ്രത കൂടുമ്പോൾ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ വരണ്ടിരിക്കുകയാണ് വിചാരിക്കുക, വരണ്ട ഒരു വായുവാണ് വിചാരിക്കുക, അവിടെ പ്രവേഗം എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ആർദ്രത കൂടുമ്പോൾ എന്താണ് പറഞ്ഞു, നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടുന്നു. എന്നാൽ വരണ്ട വായുവാണെങ്കിൽ ശബ്ദത്തിൻ്റെ പ്രവേഗം എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി മഴക്കാലത്ത് വേനൽക്കാലത്തിനേക്കാളും ശബ്ദത്തിന് വേഗം കൂടുതലായിരിക്കും. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ മഴക്കാലത്താണ്. എന്തിനേക്കാൾ? വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാലത്തിനായിരിക്കും എന്തുണ്ടാവുക? ശബ്ദത്തിൻ്റെ വേഗത ഭയങ്കര കൂടുതലായിരിക്കാം. ഇനി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആദ്യം മിന്നൽ വരുന്നതിനുള്ള കാരണം, നമ്മൾ ഇടി വെട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ആദ്യം മിന്നലാണ്, പിന്നെയാണ് എന്ത് കേൾക്കുള്ളൂ? നമ്മൾ ഇടി വരുള്ളൂ അല്ലെ, ഇടിയുടെ ശബ്ദം കേൾക്കുള്ളൂ. എന്താ കാരണം? പ്രകാശത്തിൻ്റെ വേഗത ശബ്ദത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയാണ് കൂടുതൽ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മിന്നൽ കാണുക, അതിനുശേഷം ഇടിവെട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതലാണ്, അതുകൊണ്ടാണ് ആദ്യം മിന്നൽ നമ്മൾ കാണുന്നു, അതിനുശേഷമാണ് ഇടി വെട്ടുന്ന ശബ്ദം കേൾക്കുന്നുള്ളൂ. അതാണ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. ഇനി ആവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കേൾവിക്കാർ ശബ്ദത്തിന് പറയുന്ന ഒരു ഗുണമുണ്ട്, അതിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഇപ്പം മ്യൂസിക് ആയിട്ടുള്ള ഷോകളിലൊക്കെ പിച്ച് പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ആവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കേൾവിക്കാർ ശബ്ദത്തിന് പറയുന്ന ഒരു ഗുണം, അതാണ് പിച്ച് എന്ന് പറയുന്നത്. ഹൈ പിച്ച്, ലോ പിച്ച് എന്നൊക്കെ കേട്ട് കാണും അല്ലേ. അപ്പോൾ അത് ഇനി ചെവിയിൽ തുളച്ചു കയറുന്നതിനായിട്ട് അനുഭവപ്പെടുന്ന ശബ്ദങ്ങളുണ്ട്, ഉയർന്ന പിച്ചുള്ള ശബ്ദങ്ങൾ. അപ്പോൾ പിച്ച് വളരെ ഉയർന്ന പിച്ചുള്ള ശബ്ദങ്ങളാണെങ്കിൽ നമ്മുടെ ചെവിയിലേക്ക് അങ്ങോട്ട് തുളച്ചു കയറും. ഓക്കെ, തുളച്ചു കയറുന്നതാണ്. അപ്പോൾ അത് ഉയർന്ന പിച്ചുള്ള ശബ്ദങ്ങളാണെന്ന് ഓർത്തിരിക്കാം. ഇനി നോക്കൂട്ടോ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് ശ്രുതി കൂടുതലായിരിക്കും. അപ്പോൾ ശ്രുതി കൂടുതലുള്ളത് സ്ത്രീകളുടെ ശബ്ദത്തിനും അതുപോലെ തന്നെ കുട്ടികളുടെ ശബ്ദത്തിലും ആയിരിക്കും. പ്രകാശത്തെ പോലെ ശബ്ദവും പ്രതലങ്ങളിൽ തട്ടി പ്രതിപദിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിപദിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ശബ്ദവും പ്രതലത്തിൽ തട്ടിയിട്ട് പ്രതിപദിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളുടെയൊക്കെ അകവശം പരുക്കനാക്കാനുള്ള കാരണം എന്താണ്? പ്രതിപതനം കുറയ്ക്കാനാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിനിമാ ഹാളുകളായാലും അതുപോലെ ഓഡിറ്റോറിയങ്ങളൊക്കെയാണെങ്കിലും അതിൻ്റെ അകവശം അല്ലേ, ഉൾഭാഗം പരുക്കനാക്കി ഇടാറുണ്ട്. അതെന്താണ്? ഈ ശബ്ദത്തിൻ്റെ പ്രതിപതനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ശബ്ദ പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് മെഗാഫോണും സ്റ്റെതസ്കോപ്പും. ശബ്ദത്തിൻ്റെ പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളുണ്ട്, അതേതൊക്കെയാണ്? മെഗാഫോണും സ്റ്റെതസ്കോപ്പുമാണ്. ഇനി ഒരു ശബ്ദം കേട്ടതിന് ശേഷം എവിടെയെങ്കിലും തട്ടി വീണ്ടും കേൾക്കുന്ന പ്രതിഭാസത്തെയാണ് എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ശബ്ദം കേട്ടതിന് ശേഷം എവിടെയെങ്കിലും തട്ടി അത് വീണ്ടും കേൾക്കാറുണ്ട് അല്ലേ, ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എക്കോ കേൾക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ പ്രതിധ്വനി എന്നും പറയാം. ഓക്കെ, പ്രതിധ്വനി കേൾക്കാൻ വേണ്ട കുറഞ്ഞ അകലം 17 മീറ്ററാണ്. ഓക്കെ, കൂടിയ അകലമല്ല, കുറഞ്ഞ അകലം. ഒരു പ്രതിധ്വനി കേൾക്കാൻ വേണ്ട കുറഞ്ഞ അകലം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, 17 മീറ്ററാണ്. ജലത്തിലാണെങ്കിൽ അത് 70 മീറ്ററാണ്. ഓക്കെ, പ്രതിധ്വനി അല്ലെങ്കിൽ എക്കോ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അകലം ചോദിച്ചാൽ 17 മീറ്ററാണ്. ജലത്തിലാണെങ്കിൽ 70 മീറ്ററാണ്. ഓക്കെ, 70ആണ്, 17ഉം 70ഉം ആണ്. ഓക്കെ, ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ അടിത്തട്ടിലേക്ക് അയക്കുകയും അതിൻ്റെ പ്രതിധ്വനി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫാത്തോമീറ്ററും സോണാറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഓക്കെ, എന്തിനാ? സമുദ്രത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ അടിത്തട്ടിലേക്ക് അയക്കുകയും അതിൻ്റെ പ്രതിധ്വനി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് കേൾക്കുന്നത്? നമുക്ക് സമുദ്രത്തിൻ്റെ ആഴം അളക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂട്ടോ, ചെവിയുടെ കർണപടത്തിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ബോധമാണ് ഉച്ചത എന്നറിയപ്പെടുന്നത്. ചെവിയുടെ നമുക്കറിയാം, ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട് അല്ലേ, ചെവിക്കുട, കർണനാളം, കർണപടം, അങ്ങനെ പല പല ഭാഗങ്ങളായിട്ടാണ് ചെവിയിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ചെവിയുടെ കർണപടത്തിലുള്ള കമ്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ബോധമാണ് ഉച്ചത എന്നറിയപ്പെടുന്നത്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബലാണ്.
ഓക്കെ, ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബലാണ്. ശ്രദ്ധിക്കട്ടെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശബ്ദം അളക്കുന്ന ശബ്ദ തീവ്രതയുടെ യൂണിറ്റും ഡെസിബലാണ്. ഉച്ചതയുടെ യൂണിറ്റ് ചോദിച്ചാലും ഡെസിബൽ തന്നെയാണ്. രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെസിബൽ മീറ്റർ ആണ്. യൂണിറ്റ് ആണ് ഡെസിബൽ, എന്നാൽ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഡെസിബൽ മീറ്റർ ആണ്. പിന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ശ്രവണസ്ഥിരത എന്താണ്. നാം കേൾക്കുന്ന ശബ്ദം 1/10 സെക്കൻഡ് സമയം നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കും. നമ്മളിപ്പോൾ ഒരു സൗണ്ട് കേട്ടു, അതൊരു 1/10 സെക്കൻഡ് നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ശ്രവണസ്ഥിരത എന്നറിയപ്പെടുന്നത്. ശ്രവണസ്ഥിരതയുണ്ട്, വീക്ഷണസ്ഥിരതയുണ്ട്. 1/10 സെക്കൻഡാണ് ശ്രവണസ്ഥിരത. വീക്ഷണസ്ഥിരത 1/16 സെക്കൻഡാണ്. അതായത് നമ്മൾ കണ്ട ഒരു കാഴ്ച ഒരു 1/16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ തന്നെ മായാതെ ഒന്ന് നിൽക്കും. ഒരു 1/16 സെക്കൻഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് വീക്ഷണസ്ഥിരത എന്നതിനെ പറയുന്നത്. അതുപോലെ തന്നെ ശ്രവണസ്ഥിരത 1/10 സെക്കൻഡാണ്. രണ്ടും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നോക്കൂ കേട്ടോ. ഒരു വസ്തുവിൻ്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗവും ആ മാധ്യമത്തിൽ ശബ്ദത്തിൻ്റെ വേഗവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ മാക്ക് നമ്പർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഒരു മാധ്യമത്തിലെ സഞ്ചാര വേഗത, അതുപോലെ തന്നെ ആ മാധ്യമത്തിൽ ശബ്ദത്തിൻ്റെ വേഗത, ഇത് തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്നു പറയുന്നത് മാക്ക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത അളക്കുന്നത് മാക്ക് നമ്പറിലൂടെയാണ്. ശ്രദ്ധിക്കുക, സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഒക്കെ വേഗത അളക്കുന്നത് മാക്ക് നമ്പർ വഴിയാണ്. മാക്ക് നമ്പർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലായ ശബ്ദത്തിനേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, ആ മാധ്യമം സഞ്ചരിക്കുന്നത് ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് എന്നാണ് എന്തിനർത്ഥം? മാക്ക് നമ്പർ 1നേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒരു മാക്ക് എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മാക്ക് എന്നാണ് 340 മീറ്റർ/സെക്കൻഡ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെസിബൽ, ഉച്ചതയുടെ യൂണിറ്റ്, ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ. പിന്നെ 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഒരു മാക്ക് 340 മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇനി നോക്കൂ. ശബ്ദ സ്രോതസ്സിൻ്റെയോ ശബ്ദ സ്വീകരണിയുടെയോ അഥവാ രണ്ടിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ശബ്ദ സ്രോതസ്സിൻ്റെയോ ശബ്ദ സ്വീകരണിയുടെയോ അഥവാ രണ്ടിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ മാറ്റമുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുപിടുത്തത്തിന് നിദാനമായൊരു പ്രതിഭാസം കൂടിയാണ് ഡോപ്ലർ ഇഫക്റ്റ്. നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കണ്ടുപിടുത്തത്തിന് നിദാനമായിട്ടൊരു പ്രതിഭാസം കൂടിയാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നോക്കൂ കേട്ടോ. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയുള്ളതിനെ സൂപ്പർ സോണിക് എന്ന് പറയുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയുള്ളതിനെ ഹൈപ്പർ സോണിക് എന്ന് പറയുന്നു. ശബ്ദത്തിൻ്റെ പകുതി വേഗതയുള്ളൂ എന്ന് വെച്ചാൽ അതിനെ സബ് സോണിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ശബ്ദത്തിനേക്കാൾ ഇരട്ടി വേഗതയാണെങ്കിൽ സൂപ്പർ സോണിക്, ശബ്ദത്തിനേക്കാളും 5 ഇരട്ടി വേഗതയാണെങ്കിൽ ഹൈപ്പർ സോണിക്, ശബ്ദത്തിൻ്റെ പകുതി വേഗതയുള്ളൂ എന്ന് വെച്ചാൽ സബ്. ഓക്കെ, സബ് സോണിക്. കിട്ടിയല്ലോ, ശ്രദ്ധിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വാഹനങ്ങളുടെ വേഗത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. വാഹനങ്ങളുടെയൊക്കെ വേഗത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശബ്ദ പ്രതിഭാസമുണ്ട്, അതിനെ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. ചോദിച്ചിട്ടുണ്ട്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസത്തെയാണ് എക്കോലൊക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും എക്കോലൊക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ജീവി ഉണ്ട്, അത് നമ്മുടെ വവ്വാലാണ്. ഓക്കെ, അപ്പോൾ വവ്വാലുകളാണ് സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനൊക്കെ എക്കോലൊക്കേഷൻ ഉപയോഗിക്കുന്ന ജീവി. എക്കോലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ടാണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ടാണ് എക്കോലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോണാറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും കൂടിയാണ് എക്കോലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ എക്കോലൊക്കേഷനിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ്. ഈ എക്കോലൊക്കേഷൻ എന്തിലാണ് ഉപയോഗിക്കുന്നത്? സോണാറിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ടിംബർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പല പല ശബ്ദങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിനെയാണ് നമ്മൾ ടിംബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യത്യസ്ത ഇനം സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശബ്ദഘടകം അങ്ങനെ ചോദിച്ചാൽ ടിംബറാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ മ്യൂസിക്കിൽ ഓർക്കസ്ട്ര കൊടുക്കുമ്പോൾ ഓരോ ഉപകരണങ്ങളിൽ സൗണ്ട് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ശബ്ദത്തിലുള്ള ഒരു ഘടകമാണ് ടിംബർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശബ്ദവും തീവ്രതയും എന്നുള്ളൊരു ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 കൂടുതലാണ്. ഓക്കെ, 120 ഡെസിബലിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ കേൾവി തകരാറുണ്ടാക്കുന്നുണ്ട്, ചെവിക്ക് വേദനയൊക്കെ അനുഭവപ്പെടുന്നത് 120 തൊട്ട് മുകളിലേക്കാണ്.
ഇനി ജെറ്റ് എഞ്ചിൻ്റെ അത് 100 മീറ്റർ അകലെയുള്ള ജെറ്റ് എഞ്ചിൻ്റെ ശബ്ദമൊക്കെ ആണെങ്കിൽ 110 മുതൽ 140 ഡെസിബൽ വരെയാണ്. ഓക്കെ, 110 മുതൽ 140 ഡെസിബൽ വരെ. ഇനി വാഹന തിരക്കേറിയ റോഡ് 80 മുതൽ 90 വരെ ഡെസിബലാണ് കേട്ടോ. ഓക്കെ, തീവ്രത എന്ന് പറയുമ്പോൾ. ഇനി കാറാണെങ്കിൽ 60 to 80 ഡെസിബൽ. സാധാരണ സംഭാഷണം 40 to 60. ഇലകളുടെ മർമ്മരം ചോദിച്ചിട്ടുണ്ട് 10 ഡെസിബലാണ്. ഇലകളുടെ മർമ്മരത്തിനുള്ള ശബ്ദത്തിൻ്റെ തീവ്രത ചോദിച്ചാൽ 10 ആണ്. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദത്തിൽ മിനിമം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ ശബ്ദം. അപ്പോൾ ശബ്ദത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ശബ്ദത്തിൻ്റെ ഒരു എന്താണ് വേഗത എന്ന് പറയുന്നത്. അതുപോലെ ഒരു മാക്ക് എന്ന് പറഞ്ഞാൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഡെസിബൽ, ശബ്ദം അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്, ഉച്ചത അളക്കുന്ന യൂണിറ്റ് ഡെസിബലാണ്. അതുപോലെ തന്നെ എന്താ ഡെസിബൽ മീറ്ററാണ് ഉച്ചത അളക്കുന്ന ഉപകരണം, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് ഓഡിയോ ഫോണോഗ്രാഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് മനസ്സിലാക്കുക. സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് അല്ലേ. പിന്നെ ഫാത്തോമീറ്റർ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ളത്. ഓക്കെ, നമ്മുടെ ഒരു ശ്രവണ പരിധി, മനുഷ്യൻ്റെ ശ്രവണപരിധിയേക്കാൾ താഴ്ന്ന ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക്കും, മുകളിലുള്ളത് അൾട്രാസോണിക്കും ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ കുറച്ച് മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ശബ്ദം എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് LGS, അതുപോലെ തന്നെ 10th പ്രിലിംസ്, അതുപോലെ 10th മെയിൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.